പിൻട്രസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് ഫയറി ഹൗസ് ഫയറി ഹൗസ് ഫയറി ഹൗസ് എല്ലായിടത്തും ഇപ്പോൾ അതാ കാണുന്നത്. അപ്പം ഞാനിന്നൊരു വെറൈറ്റി പിടിക്കാം. ഇതാ ഈ പിക്ചർ കണ്ടില്ലേ, ഈ മോഡൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. എങ്ങനെ ഉണ്ടാവും എന്ന് അറിയില്ല, നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. പക്ഷെ അതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയാം. ഞാനിതിന് മുമ്പ് ഒരു ഗിവ് അവേ ഇട്ടിരുന്നു. ആ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണേ. പിന്നെ കമൻറ്റ് നിർബന്ധമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇതുവരെ കണ്ടിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാം ചെയ്യുക, കമൻറ്റും ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ നെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കുറേ പേരുണ്ട് എൻ്റെ വീഡിയോ കണ്ടുപോകുക എന്നല്ലാണ്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പേരുണ്ട്. അതുപോലെ കമൻറ്റും ലൈക്കും ഒന്നും ചെയ്യാത്ത ആൾക്കാരുണ്ട്. ലൈക്ക് ചെയ്തവർ കമൻറ്റ് ഇടൂല, കമൻറ്റ് ചെയ്തവർ ലൈക്ക് ചെയ്യൂല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് എൻ്റെ വീഡിയോ കാണുന്ന ആരാണെങ്കിലും ഒന്ന് ലൈക്കും ഷെയറും സപ്പോർട്ടും ഒന്ന് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫെയറി ഹൗസ് അല്ല, ഇത് വേറെ മോഡലുള്ളൊരു ഹൗസാണ്. അപ്പോൾ ഇതെങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത് ഉണങ്ങാൻ വേണ്ടി നമുക്ക് വെക്കാം. പിന്നെ ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് കളർ അടിച്ചിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കിടാം. അപ്പോൾ വീഡിയോ വരുന്നവരെ കാത്തിരിക്കുക. മഴ ആയതുകൊണ്ട് തന്നെ ഉണങ്ങാൻ ഭയങ്കര താമസമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് കാത്തിരിക്കുക. ഓക്കെ, ബൈ.